വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം. സാംസൺ എവിടെ വെച്ചാണ് ഒരു ഫിലിസ്തീ യുവതിയെ കണ്ടുമുട്ടിയത്? തിമ്ന. കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. വാക്യമേത്? 14-ാം അധ്യായം 6-ാം വാക്യം. കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് സാംസൺ എന്താണ് കൊടുത്തത്? വിശേഷ വസ്ത്രങ്ങൾ. സാംസൺ എത്ര പ്രാവശ്യം തിമ്നയിലേക്ക് പോയി എന്ന് 14-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. 2 പ്രാവശ്യം. എവിടെ വെച്ചാണ് സിംഹത്തിൻ്റെ ഉടൽ കാണാനായി സാംസൺ തിരിഞ്ഞത്? വഴിമധ്യേ. ന്യായാധിപന്മാർ 14-ാം അധ്യായം 20-ാം വാക്യത്തിൽ സാംസന്റെ ഭാര്യ ആരുടെ ഭാര്യയാണ് ആയത്? അവൻ്റെ മണവാളത്തോഴൻ്റെ. സാംസന്റെ മാതാപിതാക്കൾ ഫിലിസ്ത്യരെ വിശേഷിപ്പിച്ചത് എങ്ങനെ? അപരിച്ഛേദിതർ. കടങ്കഥയുടെ ഉത്തരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുക്കാൻ സാംസൺ എത്ര പേരെയാണ് കൊന്ന് കൊള്ളയടിച്ചത്? 30. എപ്രകാരമാണ് സാംസൺ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയത്? കോപക്രാന്തനായി. സാംസൺ പശുക്കിടാവിനോട് ഉപമിക്കുന്നത് ആരെ? ഭാര്യയെ. എന്ത് മൂലമാണ് സാംസൺ തൻ്റെ ഭാര്യയോട് ഉപമയുടെ പൊരുൾ വെളിപ്പെടുത്തുന്നത്? നിർബന്ധം മൂലം. ചത്ത കഴുതയുടെ താടിയിൽ കൊണ്ട് സാംസൺ എത്ര പേരെയാണ് കൊന്നത്? 1000. ദൈവം എവിടെയുള്ള പൊള്ളയായ സ്ഥലമാണ് തുറന്നത്? ലേഹി. താടിയെല്ലിൻ്റെ മല എന്നറിയപ്പെടുന്ന സ്ഥലം? റാമാത്ത് ലേഹി. എൻ ഹക്കോർ എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം അപേക്ഷിക്കുന്നവൻ്റെ ഉറവ. ന്യായാധിപന്മാർ 15-ാം അധ്യായത്തിൽ സാംസൺ പോയി താമസിച്ചതായി പറയുന്ന സ്ഥലം ഏത്? ഏത്താം പാറക്കെട്ട്. സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഫിലിസ്ത്യർ ആരോട് പറഞ്ഞ മറുപടിയാണിത്? യൂദായിലെ ജനങ്ങളോട്. തനിക്ക് ദാഹിച്ചപ്പോൾ സാംസൺ ആരെയാണ് വിളിച്ചപേക്ഷിച്ചത്? കർത്താവിനെ. കർത്താവിൻ്റെ ആത്മാവ് സാംസന്റെ മേലെ വന്നപ്പോൾ അവനെ കെട്ടിയിരുന്ന കയർ എന്തുപോലെയാണ് ആയിത്തീർന്നത്? കരിഞ്ഞ ചണനൂൽ. ന്യായാധിപന്മാർ 15-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ? 20. സാംസനെ നീ വശീകരിക്കണം എന്ന് ദലീലയോട് പറഞ്ഞത് ആര്? ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ. എന്തിൻ്റെ വാതിലാണ് കട്ടിലക്കാലോട് കൂടി പറിച്ചെടുത്ത് സാംസൺ തൻ്റെ തോളിൽ വെച്ചത്? പട്ടണപ്പടിപ്പുരയുടെ. സാംസന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയ ദലീലയുടെ അടുത്തേക്ക് ഫിലിസ്ത്യ നേതാക്കന്മാർ എന്തുമായാണ് വന്നത്? പണം. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ആർക്കാണ്
ഒരു ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടിയത്? ദാഗോൻ. സാംസന്റെ പിതാവ് ആര്? മനോവ. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ അവൻ കൊന്നവരേക്കാൾ അധികമായിരുന്നു. ആര്? സാംസൺ. സാംസന്റെ ശക്തിയുടെ രഹസ്യം എന്തായിരുന്നു? സാംസൺ ജനനം മുതൽ നാസർ വ്രതക്കാരനായിരുന്നു. സാംസൺ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? 20 വർഷം. ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിന് തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ. സാംസൺ ആരോട് പറഞ്ഞ വാക്കുകളാണിത്? കൈക്ക് പിടിച്ചിരുന്ന ബാലനോട്. ന്യായാധിപന്മാർ 16-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ? 31. വചനം